ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയുടെ പരാജയത്തിൽ യഥാർത്ഥത്തിൽ സന്തോഷിക്കുന്ന ഒരു പാർട്ടി അത് BJP ആണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, അത് കോൺഗ്രസ് ആണ് എന്നുള്ളതാണ് വസ്തുത. അതെങ്ങനെ കോൺഗ്രസ് ആവും? കാരണം കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഇന്ത്യ മുന്നണിയിൽ ഒരുമിച്ച് ചക്കരയും പീരയും പോലെ പ്രവർത്തിക്കുന്ന ആൾക്കാരല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതങ്ങനെയല്ല എന്നാണ് അതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അതായത് ഡൽഹിയിൽ കോൺഗ്രസിന് ശക്തമായ വേദികളുള്ള ഒരു സംസ്ഥാനം തന്നെയാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാരണം ഡൽഹിയിൽ ഏറ്റവും കൂടുതൽ ഭരിച്ചിരിക്കുന്ന മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഷീലാ ദീക്ഷിതാണ്. 1998 മുതൽ 2013 വരെയാണ് ഷീലാ ദീക്ഷിത്, അതായത് 15 വർഷവും 25 ദിവസവുമാണ് ഷീലാ ദീക്ഷിത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി ഡൽഹി ഭരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കോൺഗ്രസ് ഡൽഹിക്ക് അന്യമല്ല, ഡൽഹിയും കോൺഗ്രസിന് അന്യമല്ല. ആ സ്ഥാനത്തേക്കാണ് 2013 ആം ആദ്മി പാർട്ടി കടന്നു വരുന്നത്. യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ഡൽഹിയിലേക്ക് കടന്നു വരുന്നത് കോൺഗ്രസിനെ തന്നെ പിളർത്തിയെടുത്തുകൊണ്ടായിരുന്നു. അതായത് കോൺഗ്രസ് തന്നെയാണ് ആം ആദ്മി പാർട്ടി. കോൺഗ്രസിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയായി മാറും. അങ്ങനെ കോൺഗ്രസിന്റെ പല നേതാക്കളും MLA മാരും ആം ആദ്മി പാർട്ടിയിലേക്ക് ചേരുന്നു. കോൺഗ്രസ് അവിടെ ശിഥിലമാകുന്നു. കോൺഗ്രസിന്റെ പല നേതാക്കളും ഇങ്ങോട്ട് വന്നതോടുകൂടി കോൺഗ്രസിന്റെ ആ വോട്ട് ബാങ്കാണ് ആം ആദ്മി പാർട്ടിയായി ഇങ്ങോട്ടേക്ക് മാറിയത്. ഈ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയുന്നത് പോലെ അങ്ങനെ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയായി പരിണമിച്ചു. ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ വളർന്നു. ഡൽഹിയിൽ മാത്രമല്ല, അവരവിടെ നിന്ന് പഞ്ചാബിലേക്ക് വ്യാപിച്ചു, ഹരിയാനയിലേക്ക് വന്നു, ഗോവയിൽ മത്സരിക്കാൻ പോയി. അങ്ങനെ പല സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടി മത്സരിച്ചു. എന്നാൽ ഇവിടെ എല്ലാം മത്സരിച്ചപ്പോഴും പഞ്ചാബിൽ മാത്രമേ അവർക്ക് വിജയിക്കാനായി സാധിച്ചുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ പാർട്ടിയായി ആം ആദ്മി പാർട്ടി വളർന്നു വന്നു. കാരണം അവർക്ക് 2 സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇത്തവണ ഇന്ത്യ മുന്നണിയാണല്ലോ, അതായത് ആം ആദ്മിയും കോൺഗ്രസും ഒരേ മുന്നണിയിലാണല്ലോ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ്സുകാർ വളരെ മാന്യമായി ആം ആദ്മി പാർട്ടിയോട് ചോദിച്ചു, ഞങ്ങൾക്കൊരു 18 സീറ്റ് തന്നുകൂടെ? 18 സീറ്റ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇന്ത്യ മുന്നണിയായി നമുക്കിവിടെ മത്സരിക്കാം, ഭരിക്കാം എന്നാണ് വളരെ മാന്യമായി കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയോട് ചോദിച്ചത്. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിനെ ആട്ടിവിടുന്ന കാഴ്ചയാണ് കാണാനായി സാധിച്ചത്. ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ഒരു മുന്നണിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ പഴയ കരുത്തൊന്നുമില്ല. അതായത് നിങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പോലും തോറ്റില്ലേ? നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്നത്. എന്നിട്ട് ഡൽഹിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചലനം ഉണ്ടാക്കാൻ സാധിച്ചോ? ഡൽഹിയിൽ 7 ലോക്സഭാ സീറ്റിൽ 7 BJP പിടിച്ചുകൊണ്ടുപോകുന്ന കാഴ്ചയല്ലേ കണ്ടത്? അപ്പോൾ പിന്നെ എന്തിനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ രണ്ടും ഒരുമിച്ച് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് പുച്ഛിച്ചു വിടുന്ന, അതായത് കോൺഗ്രസിനെ പുച്ഛിച്ചു വിടുന്ന കാഴ്ചയാണ് ആം ആദ്മി പാർട്ടിയുടെ കൺവീനറായിട്ടുള്ള കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും കാണാനായിട്ട് സാധിച്ചത്. എന്നാൽ കോൺഗ്രസ് ഈ 18 സീറ്റ് എന്നുള്ളത് 15 സീറ്റാക്കി. എന്നിട്ടും കെജ്രിവാൾ അതിനെ അംഗീകരിച്ചു കൊടുക്കാനായി തയ്യാറായില്ല. എങ്കിലും നട്ടല് നിവർത്തി കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് അവിടെ ഒറ്റയ്ക്ക് മത്സരിച്ചതാണ് ഈ ആം ആദ്മി പാർട്ടിയുടെ ശവമഞ്ചത്തിലെ അവസാനത്തെ ആണിയായി മാറിയത് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒരുമിച്ച് നിന്ന് മത്സരിച്ചാൽ ഒരു ഭൂരിപക്ഷം കിട്ടിയേനെ. എന്നാൽ ഇപ്പോൾ ആം ആദ്മി പാർട്ടിക്ക് കിട്ടേണ്ട വോട്ട് പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് പിളർത്തിക്കൊണ്ടുപോയി. അങ്ങനെ ഒരു 13 മണ്ഡലങ്ങളിൽ BJP സ്ഥാനാർത്ഥി അവിടെ വിജയിച്ചതായാണ് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. എന്തായാലും കോൺഗ്രസിന്റെ ആ തന്ത്രം വിജയിച്ചു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. അതായത് കോൺഗ്രസ് പിളർത്തിയാണ് ആം ആദ്മി പാർട്ടി ആം ആദ്മിയായി വന്നത്. പോരാത്തതിന് കോൺഗ്രസ് എവിടെയെല്ലാം സ്വതന്ത്രമായി മത്സരിക്കാൻ നിൽക്കുന്നുവോ അവിടെയെല്ലാം ഈ ആം ആദ്മി പാർട്ടി മത്സരിക്കാൻ വന്ന് നിൽക്കും. ഇവർ അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് കോൺഗ്രസ് ഇവിടെ ഉപയോഗിച്ചു എന്ന് മാത്രമേ പറയാൻ സാധിക്കൂ. അതായത് ഹരിയാനയിൽ കോൺഗ്രസ് എങ്ങനെയാണ് തോറ്റത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആം ആദ്മി പാർട്ടി മത്സരിക്കാനുണ്ടായിരുന്നു. ഗോവയിൽ കോൺഗ്രസ് എങ്ങനെയാണ് തോറ്റത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയും ആം ആദ്മി പാർട്ടി മത്സരിക്കാനുണ്ടായിരുന്നു. പഞ്ചാബിലാണ് കോൺഗ്രസിനെ ആം ആദ്മി പാർട്ടി ഏറ്റവും വലുതായി ചതിച്ചത് എന്നാണ് കോൺഗ്രസ് വിശ്വസിക്കുന്നത്. കാരണം പഞ്ചാബിൽ കോൺഗ്രസിന്റെ ഭരണമായിരുന്നു. ആ കോൺഗ്രസിന്റെ ഭരണം തൂത്തെറിഞ്ഞ് അവിടെയുള്ള സകല MLA മാരെയും ചാക്കിട്ട് പിടിച്ച് അവിടെയുള്ള ആശയങ്ങളടക്കം ഉൾക്കൊണ്ട് കോൺഗ്രസിനെ നിഷ്പ്രഭമാക്കി ആം ആദ്മി പാർട്ടി അവിടെ അധികാരത്തിൽ കയറി. ഭഗവത് മാൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയും അവിടെ ഉണ്ടാക്കിയെടുത്തു. അതോടുകൂടി കോൺഗ്രസ് ഇപ്പോൾ നിഷ്പ്രഭമായി മാറിയിരിക്കുകയാണ് പഞ്ചാബിൽ. അങ്ങനെ ആം ആദ്മി പാർട്ടി അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതായത് ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും രണ്ടായി നിന്നതുകൊണ്ട് തന്നെ വോട്ട് സ്പ്ലിറ്റായി ആം ആദ്മി പാർട്ടിക്ക് കിട്ടേണ്ട വോട്ട് കൂടെ കോൺഗ്രസിന് പോവുകയും എന്നാൽ BJPക്ക് കിട്ടേണ്ട വോട്ട് BJPക്ക് കിട്ടുകയും ചെയ്തപ്പോൾ BJP അവിടെ വിജയിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി തോൽക്കുകയും കോൺഗ്രസ് ഡബിൾ ഹാപ്പിയുമാണ്. കാരണം പഞ്ചാബിൽ അവർക്ക് ഭരണം തിരിച്ചു കിട്ടാനുള്ള ഒരു സാധ്യതയാണ് അവർ ഇപ്പോൾ മുന്നിൽ കാണുന്നത്. ഇപ്പോൾ ആം ആദ്മി പാർട്ടി
ഡൽഹിയിൽ പരാജയപ്പെട്ടതോടുകൂടി ആം ആദ്മി പഞ്ചാബിലെ സർക്കാരിൻ്റെ നിലനിൽപ്പും പ്രശ്നത്തിലായിരിക്കുകയാണ്. കാരണം പഞ്ചാബിലെ സർക്കാർ ഇപ്പോൾ രണ്ടായി പിളർന്നിരിക്കുകയാണ്. അതായത് ആം ആദ്മി പാർട്ടി രണ്ടായി പിളർന്നിരിക്കുകയാണ്. ഒന്ന്, പഞ്ചാബ് ഘടകത്തെ അനുകൂലിക്കുന്ന ഒരു ടീമും രണ്ട്, ഡൽഹിയിലെ കെജ്രിവാളിനെ അനുകൂലിക്കുന്ന ഒരു ടീമുമായി ഇവർ മാറിയിരിക്കുകയാണ്. ഇതിനിടയിൽ ഈ പഞ്ചാബിലെ കോൺഗ്രസ് നേതാവ് പ്രതാപ് സിംഗ് ബജ്വ പറഞ്ഞിരിക്കുന്നത് 30-ലധികം ആം ആദ്മി പാർട്ടിയുടെ MLA-മാർ ഞങ്ങളെ വന്ന് കണ്ടിരുന്നു, അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ താല്പര്യമുണ്ട്, അതായത് കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞാണ് അവർ ഞങ്ങളെ വന്ന് കണ്ടത് എന്നാണ് ഇപ്പോൾ ബജ്വ പറയുന്നത്. അങ്ങനെ അവർ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഭരണം പിടിക്കാൻ എളുപ്പമായിരിക്കും എന്ന് പഞ്ചാബിൽ ഇരുന്നു കൊണ്ട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ സന്തോഷത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്ക് ഇന്നലെ വലിയ വോട്ടൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആൾക്കാർ രാഹുൽ ഗാന്ധിയെ കളിയാക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് കോൺഗ്രസിന് ഒരു മധുര പ്രതികാരമായി കണക്കാക്കാം എന്നാണ് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 70-ൽ 13 സീറ്റ് കോൺഗ്രസ്സുകാരനും ആം ആദ്മി പാർട്ടിക്ക് പോയിട്ടുണ്ട്. അതായത് ആം ആദ്മി പാർട്ടിക്ക് 22 സീറ്റാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്, BJPക്ക് 48. 48-ൽ നിന്ന് 13 കുറച്ചാൽ എത്ര കിട്ടും? ആ സീറ്റുകൾ മാത്രമേ BJPക്ക് കിട്ടേണ്ടതായിട്ട് ഇരുന്നുള്ളൂ. പക്ഷേ കോൺഗ്രസ് സെപ്പറേറ്റ് ആയിട്ട് മത്സരിക്കുന്നത് കൊണ്ട് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിൽ വോട്ട് സ്പ്ലിറ്റായി BJP 13 മണ്ഡലങ്ങളിൽ ജയിച്ചു പോയി എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ത്രിലോക്പുരിയാണ്. ത്രിലോക്പുരിയിൽ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി 675 വോട്ടിനാണ് തോറ്റുപോയത്, അഞ്ജന പർച്ച എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. എന്നാൽ കോൺഗ്രസ് ഈ ത്രിലോക്പുരിയിൽ പിടിച്ച വോട്ടെന്ന് പറയുന്നത് 6147 വോട്ടാണ്. കോൺഗ്രസ് അവിടെ മത്സരിക്കാതെ കോൺഗ്രസും ആം ആദ്മിയും ഒരുമിച്ചാണ് അവിടെ നിന്നിരുന്നെങ്കിൽ അവർ ജയിച്ചേനെ എന്നാണ് പല ആൾക്കാരും കണക്കാക്കുന്നത്. കോൺഗ്രസിന്റെ അമർദീപാണ് അവിടെ നിന്ന് മത്സരിച്ചത്. ഇനി ജംഗ്പുരയിലേക്ക് വരികയാണെങ്കിൽ ആം ആദ്മി പാർട്ടി തോറ്റത് 675 വോട്ടുകൾക്കാണ്. കോൺഗ്രസ് അവിടെ പിടിച്ച വോട്ട് 7350 വോട്ടുകളാണ്. അങ്ങനെയാണ് ഓരോരോ മണ്ഡലങ്ങളിലെ കണക്ക് വിവരങ്ങൾ, സ്ഥിതിഗതികൾ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഇനി തിമർപൂരിലേക്ക് വരികയാണെങ്കിൽ അവിടെ സുരീന്ദർ പാൽ സിംഗിന് 1168 വോട്ടുകൾക്കാണ് ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. എന്നാൽ അവിടെ കോൺഗ്രസിന്റെ ലോകേന്ദ്ര കല്യാൺ പിടിച്ച വോട്ട് 8361 വോട്ടാണ്. രജീന്ദർ നഗറിലേക്ക് വരികയാണെങ്കിൽ അവിടുത്തെ AAP സ്ഥാനാർത്ഥി ദുർഗേഷ് പഥക് 1231, അതായത് കേവലം 1231 വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. കോൺഗ്രസ് അവിടെ 4015 വോട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി മെഹ്റൗളിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥി തോറ്റത്, മഹേന്ദ്ര ചൗധരി തോറ്റത് 1782 വോട്ടിനാണ്. കോൺഗ്രസിന്റെ പുഷ്പ സിംഗ് അവിടെ നിന്നും പിടിച്ച വോട്ടെന്ന് പറയുന്നത് 9338 വോട്ടാണ്. മാളവ്യ നഗറിലേക്ക് വരികയാണെങ്കിൽ 2131 വോട്ടിന് AAPയുടെ സ്ഥാനാർത്ഥി സോംനാഥ് ഭാരതി തോറ്റു. ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള ജിതേന്ദ്ര കുമാർ കൊച്ചാറിന് 6770 വോട്ടാണ് അവിടെ നിന്ന് കിട്ടിയത്. ഗ്രേറ്റർ കൈലാഷിലേക്ക് വരികയാണെങ്കിൽ 3188 വോട്ടിന് സൗരഭ് ഭരദ്വാജ് പരാജയപ്പെട്ടു ആം ആദ്മിയുടെ. കോൺഗ്രസിന്റെ ഗർവീത് സിംഗിക്ക് ഈ സീറ്റിൽ 6711 വോട്ടുകൾ ലഭിച്ചു. ന്യൂഡൽഹിയിലേക്ക് വരികയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന്റെ സ്വന്തം മണ്ഡലമാണ്. അവിടെയും ഇതേ ഒരു അട്ടിമറി തന്നെയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി പറയുന്നത്. 4089 വോട്ടിനാണ് അരവിന്ദ് കെജ്രിവാൾ ഇവിടെ പരാജയപ്പെട്ടത്. ഇവിടെ കോൺഗ്രസിന്റെ സന്ദീപ് ദീക്ഷിത് പിടിച്ച വോട്ടെന്ന് പറയുന്നത് 4568 വോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ന്യൂഡൽഹിയിലെങ്കിലും അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നെങ്കിൽ ആ വോട്ട് കൂടി അരവിന്ദ് കെജ്രിവാളിനെ കിട്ടി കെജ്രിവാൾ ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ എന്നാണ് ഇവർ വിലയിരുത്തുന്നത്. എന്തായാലും അരവിന്ദ് കെജ്രിവാളിന്റെ അതിബുദ്ധി കോൺഗ്രസിന്റെ മധുര പ്രതികാരം എന്നേ ഇതിനെ പറയാൻ സാധിക്കൂ. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.